പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. വലിയ തോതിലുള്ള പോളിംഗ് ശതമാനത്തിലേക്ക് എത്തിയിരിക്കും. 80-ന് മുകളിലായിരിക്കും എന്നുള്ളതാണ്. ഞാനത് തലേ ദിവസം തന്നെ ഞാനൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു 80+ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. 100-ലധികം സീറ്റ് UDF-ന് കിട്ടും എന്നുള്ള നിലയിൽ ഒരു പൊതുബോധ്യം തന്നെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും എന്തുകൊണ്ട് 2021 ആവർത്തിച്ചു കൂടാ എന്ന് ചോദിക്കുന്ന ചെറിയൊരു വിഭാഗം CPM-ൻ്റെ അണികളുണ്ട്. അവരുടെ വാദമുഖം ഇങ്ങനെയാണ്. ആ വാദമുഖം എന്ന് പറയുന്നത് 2021-ലും UDF വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നായിരുന്നു പൊതുവേ ഉള്ള വിലയിരുത്തൽ. ഞാനൊക്കെ ഉൾപ്പെടെ അന്ന് UDF വലിയ തോതിൽ വിജയിക്കും എന്ന് നിരീക്ഷിച്ച ആളാണ്. ആ നിരീക്ഷണത്തിൻ്റെ പേരിൽ പിന്നീട് LDF വന്നു കഴിഞ്ഞപ്പോൾ വർഷങ്ങളോളം ഞാൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ വിമർശിക്കപ്പെട്ടത് ഞാൻ ഓർക്കുന്നു. ഒരു വേള CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പോലും CPM ജയിക്കുമോ എന്നുള്ള സംശയം, ആശങ്കയുമൊക്കെ അവർക്കുണ്ടായി. പക്ഷേ എന്നാൽ എന്താ സംഭവിച്ചത്? CPM നേതാക്കന്മാരെ പോലും ഞെട്ടിച്ചുകൊണ്ട് വമ്പൻ ഭൂരിപക്ഷത്തിനാണ് LDF 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നത്. കൃത്യമായി പറഞ്ഞാൽ 99 സീറ്റിൻ്റെ ഭൂരിപക്ഷം. ഒരുപാട് സീറ്റുകളിൽ വമ്പൻ ഭൂരിപക്ഷം. കണ്ണൂരിലൊക്കെ 50,000, 60,000, 40,000 വോട്ടുകളുടെ ഭൂരിപക്ഷം. എന്തിനു പറയുന്നു, തെക്കൻ കേരളത്തിൽ പോലും 25,000, 30,000, 35,000 വോട്ടിൻ്റെയൊക്കെ ഭൂരിപക്ഷം. LDF-ൻ്റെ ചിഹ്നത്തിൽ നിന്നവർ ആരൊക്കെയാണോ ഒരു മിക്കവാറും എല്ലാവരും അങ്ങ് ജയിച്ചു. UDF-ന് ആകെപ്പാടെ 47 സീറ്റാണ് ലഭിച്ചത്. അപ്പം 2021 പൊതുവിലുള്ള ഒരു പൊതുബോധത്തിന് വിരുദ്ധമായി UDF വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ള ഒരു പൊതുബോധത്തിന് വിരുദ്ധമായി വലിയ ഭൂരിപക്ഷത്തിൽ LDF ജയിച്ചു. അത് എന്തുകൊണ്ട് 2026-ലും ആവർത്തിച്ചു കൂടാ എന്നാണ് ചെറിയൊരു വിഭാഗം CPM-കാർ ചോദിക്കുന്നത്. സുഹൃത്തുക്കളെ, ആ ചോദ്യത്തിന് പൊതുവിൽ നമ്മൾ നോക്കിയാൽ അതിനൊരു യുക്തി ഉണ്ടെന്നും തോന്നും. കാരണം നമ്മൾ ബഹുഭൂരിപക്ഷം വരെ UDF വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിന് വിരുദ്ധമായി LDF വലിയ ഭൂരിപക്ഷത്തിന്, ചെറിയ ഭൂരിപക്ഷത്തിന് ജയിച്ചു വരികയല്ല ചെയ്തത്, വലിയ ഭൂരിപക്ഷത്തിന് LDF അധികാരത്തിലേക്ക് വന്നു. അപ്പോൾ സ്വാഭാവികമായത് ഇത്തവണയും ആവർത്തിച്ചു കൂടെ എന്നുള്ള ചോദ്യം സ്വാഭാവികമല്ലേ സുഹൃത്തുക്കളെ? എനിക്ക് അതിന് മറുപടിയായി എനിക്ക് പറയാനുള്ളത്, അതൊരു കാരണവശാലും ഈ തെരഞ്ഞെടുപ്പിൽ അത് ആവർത്തിക്കില്ല എന്നാണ്. ഈ തെരഞ്ഞെടുപ്പിൽ LDF ജയിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാവില്ല എന്ന് കാര്യകാരണസഹിതം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. അത് വ്യക്തമാക്കണമെങ്കിൽ, അതിനൊരു ക്ലാരിറ്റി ഉണ്ടാകണമെങ്കിൽ, എന്തുകൊണ്ടാണ് LDF-ന് 2021 99 സീറ്റ് ലഭിച്ചത് എന്ന് നമ്മൾ ഒന്ന് ആഴത്തിൽ വിശകലനം ചെയ്യേണ്ടി വരും. 2021 LDF-ന് 99 സീറ്റ് കിട്ടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മളൊന്ന് ഡിസെക്റ്റ് ചെയ്ത് നോക്കിയാൽ, ആഴത്തിലിറങ്ങിയാൽ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്? ഒന്ന്, കിറ്റക്കോയുടെ പെൻഷൻ. അതിൽ യാതൊരു തർക്കവുമില്ല. കാരണം അത്യസാധാരണമായൊരു സാഹചര്യം, ആ സാഹചര്യത്തെ നേരിട്ടുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ച് നിർത്തിയ പിണറായി വിജയൻ, മനുഷ്യനെ മാത്രമല്ല ഈ പറഞ്ഞ പോലെ കോഴികൾ, ആനകൾ, കുരങ്ങന്മാർ, അവരെ പോലും ചേർത്ത് നിർത്തിയ ഒരു നേതാവ് പിണറായി വിജയൻ. കോവിഡ് 200 പത്രസമ്മേളനങ്ങളാണ് അന്ന് നടത്തിയത്. 200 പത്രസമ്മേളനങ്ങൾ എന്ന് പറഞ്ഞാൽ 200 മണിക്കൂർ എയർ ടൈമാണ് അന്ന് പിണറായി വിജയൻ ഉപയോഗിച്ചത്. അതുകൂടാതെ കിറ്റ് കൊടുത്തു, 8 മാസം കിറ്റ് കൊടുത്തു. അപ്പോൾ ആളുകൾക്കൊക്കെ വലിയൊരു ആത്മവിശ്വാസം വന്നു. അതുപോലെ തന്നെ പെൻഷൻ കൊടുക്കാനുള്ള കുടിശ്ശിക വെച്ച് കൊടുത്തു. അപ്പോൾ കിറ്റ് കോവിഡ് പെൻഷൻ എന്നുള്ളത് നിർണായകമായിട്ടുള്ള ഒരു ഘടകമായിരുന്നു. എന്നാൽ അത് മാത്രമായിരുന്നോ വിജയത്തിനാസ്പദം? അല്ല, അത് മാത്രമല്ല. വിജയത്തിനാസ്പദമായിട്ടുള്ള രണ്ടാമത്തെ ഘടകം എന്തായിരുന്നു? അന്ന് ഉരുത്തിരിഞ്ഞു വന്ന സാമുദായിക സമവാക്യം നമ്മൾ കാണാതെ പോകരുത്. വടക്കേ മലബാറിലെ മുസ്ലിം സമുദായത്തിനിടയിൽ അവർ 29% ഉണ്ട് കേരളത്തിൽ. അവരുടെ ഇടയിൽ വലിയൊരു വിടവ് ഉണ്ടാക്കാൻ CPM-ന് പല കാരണങ്ങൾ കൊണ്ടും കഴിഞ്ഞു. BJP എതിർക്കുന്നത് തങ്ങളാണ്, BJPക്കെതിരെ നെഞ്ചുവിരിച്ച് നിൽക്കുന്നത് തങ്ങളാണ് എന്നുള്ള വാദം, കോൺഗ്രസിനകത്ത് തമ്മിത്തലാണെന്നുള്ള വാദം, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മുസ്ലിം ജനവിഭാഗത്തിനിടയിൽ വലിയ വിള്ളലുണ്ടാക്കിയ സമസ്ത
പിന്നെ ഈ കാന്തപുരം, സുന്നി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ വിഭാഗങ്ങളുടെ ഇടയിലൊക്കെ വലിയ തോതിലുള്ള വിള്ളലുണ്ടായി. ഏതാണ്ട് ഒരു 30-40% മുസ്ലിം ജനസാമാന്യത്തിൻ്റെ വോട്ട് 2021 പിണറായിയുടെ നേതൃത്വത്തിലുള്ള ആ മുന്നണി LDFന് ലഭിച്ചു. അതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്താ? മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്ത്യൻ ജനവിഭാഗം, ക്രിസ്ത്യാനികൾ മുഴുവൻ മാണി ഗ്രൂപ്പിൻ്റെ പുറകിലാണെന്നും പറയുന്നില്ല, പക്ഷേ ക്രിസ്ത്യൻ ജനവിഭാഗം താരതമ്യേന മാണി വിഭാഗം കേരള കോൺഗ്രസിനൊപ്പം അണിനിരുന്നു. ആ മാണി വിഭാഗം കേരള കോൺഗ്രസ് LDFിലേക്ക് വന്നു. അത് വലിയൊരു മാറ്റമായിരുന്നു. അതാണ് മൂന്നാമത്തെ ഘടകം. നാലാമത്തെ പ്രധാനപ്പെട്ട ഘടകം എന്താ? ഭരണവിരുദ്ധ വികാരം ഇല്ല. ഇന്നിപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഭരണവിരുദ്ധ വികാരമാണല്ലോ, അതില്ല. അഞ്ചാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്താ? പിണറായി വിരുദ്ധ വികാരമില്ല. പിണറായി അന്നൊരു രക്ഷകനായിരുന്നു. ഇന്ന് ഏറ്റവും കൂടുതലുള്ളത് പിണറായി വിരുദ്ധ വികാരമാണെങ്കിൽ അന്ന് പിണറായി ഒരു രക്ഷകനായി മുന്നിൽ നിൽക്കുകയായിരുന്നു. അതാണ് ആറാമത്തെ. ഏഴാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്താ? അന്ന് CPMൻ്റെ അണികൾ, CPMൻ്റെ വോട്ട് ബാങ്ക് പരിപൂർണമായി CPMൻ്റെ പുറകിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അങ്ങനെ ഈ 7-8 കാരണങ്ങൾ കൊണ്ട്, 1 കിറ്റ് കോവിഡ് പെൻഷൻ, 2 മുസ്ലിം ജനസാമാന്യത്തിൻ്റെ പിന്തുണ, 3 ക്രിസ്ത്യൻ ജനസാമാന്യത്തിൻ്റെ പിന്തുണ, 4 പിണറായി വിജയൻ്റെ നേതൃത്വം, 5 പിണറായി വിജയൻ്റെ നേതൃത്വം, ഭരണവിരുദ്ധ വികാരമില്ല 6, 7 CPMൻ്റെ അണികൾ പൂർണ്ണമായി LDFിനൊപ്പം. ഈ 6-7 കാരണങ്ങൾ കൊണ്ടാണ് അന്ന് 99 സീറ്റ് അന്ന് ലഭിച്ചത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം നമ്മളൊന്ന് നോക്കിയേ. അതിഭീകരമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം, അതിനേക്കാൾ ഭീകരമായിട്ടുള്ള പിണറായി വിരുദ്ധ വികാരം, ഒരുപക്ഷെ ഏറ്റവും കൂടി നിൽക്കുന്നത് പിണറായി വിരുദ്ധ വികാരമായിരിക്കും. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താ? മുസ്ലിം ജനസാമാന്യം ഒറ്റക്കെട്ടായി UDFന് മുന്നിൽ, മൂന്നാമത്തെ കാരണം. നാലാമത്തെ കാരണം എന്താ? ക്രിസ്ത്യൻ ജനസാമാന്യം ഒറ്റക്കെട്ടായി UDFന് പിന്നിൽ. അഞ്ചാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താ? UDF, അതായത് ഹിന്ദു വോട്ട് ബാങ്കിൽ പോലും ശബരിമല കൊള്ളയുടെ ഭാഗമായി UDFന് അനുകൂലമായിട്ടുള്ള ഒരു ധ്രുവീകരണം. 5. 6 അതിഭീകരമായിട്ടുള്ള സർക്കാർ വിരുദ്ധ വികാരം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രധാന കാര്യം എന്താ? CPM അണികളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള വലിയ തോതിലുള്ള ഒരു അതൃപ്തി. അത് വലിയ തോതിൽ CPMനെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. എട്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താ? പതിവിൽ നിന്നും വിരുദ്ധമായി CPMൽ നിന്ന് തന്നെ പുറത്തു വന്ന് മത്സരിക്കുന്ന 7ഓളം വിമത സ്ഥാനാർത്ഥികൾ. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ഘടകങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു കാരണവശാലും 2021 LDFന് അനുകൂലമായിട്ടുള്ള വികാരം 2026 LDFന് അനുകൂലമാവില്ല എന്ന കാര്യത്തിൽ എന്താണ് തർക്കം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പിന്നെ CPMകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദിവാസ്വപ്നം കാണാൻ അവർക്ക് അവകാശമുണ്ട്, അവർക്ക് അധികാരവുമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം സ്ഥിതി എന്തായിരുന്നു? 10 വർഷം അവർ അധികാരത്തിൽ ആറാടുകയായിരുന്നു. ഫലത്തിൽ പ്രതിപക്ഷം പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല. എന്ത് വിചാരിച്ചാലും ചെയ്യാം, എന്ത് അഴിമതി നടത്തണമെന്ന് വിചാരിച്ചാൽ അഴിമതി നടത്താം, എന്ത് ഭൂമി കൈയേറ്റം നടത്തണമെന്ന് വിചാരിച്ചാലും ഭൂമി കൈയേറാം, എത്ര കോടി രൂപയുടെ കാറ് മേടിക്കണം എന്ന് വിചാരിച്ചാലും കാറ് മേടിക്കാം, എത്ര പേരുടെ തലതല്ലി പൊളിക്കണം എന്ന് പറഞ്ഞാലും തലതല്ലി പൊളിക്കാം, സ്വർണം കക്കാം, എല്ലാം ചെയ്യാം. അതായിരുന്നു അവസ്ഥ. അങ്ങനത്തെ സാഹചര്യങ്ങളുടെ ഭാഗമായി ഉണ്ടായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം, അങ്ങനത്തെ സാഹചര്യങ്ങളുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള പിണറായി വിരുദ്ധ വികാരം, ഇതൊന്നും 2021 ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ പിണറായി അന്നത്തെ പിണറായി നമ്മളൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയേ. ഇന്ന് പിണറായിയെ എങ്ങനെയെങ്കിലും ആട്ടിപ്പായിക്കണം എന്ന് പറയുന്ന അതേ ജനം 2021 പിണറായിക്ക് പുറകിൽ അണിനിരന്നിരിക്കുകയല്ലായിരുന്നു സുഹൃത്തുക്കളെ. അന്നത്തെ സോഷ്യൽ മീഡിയ ക്യാമ്പയിനൊക്കെ നമുക്ക് ഓർമ്മയില്ലേ? കോവിഡിൽ നിന്ന് നമ്മളെ സംരക്ഷിച്ച് നിർത്തിയ പിണറായി വിജയൻ, പ്രളയത്തിൽ നിന്ന് നമ്മളെ സംരക്ഷിച്ച് നിർത്തിയ പിണറായി വിജയൻ, കോവിഡിൽ നിന്ന് സംരക്ഷിച്ച് നിർത്താൻ വേണ്ടി കിറ്റും പെൻഷനും കൊടുത്ത പിണറായി വിജയൻ, അതല്ലായിരുന്നു അന്നത്തെ പിണറായി വിജയൻ. ഇന്നത്തെ പിണറായി വിജയൻ അതാണോ സുഹൃത്തുക്കളെ? അപ്പോൾ അതുകൊണ്ട് തന്നെ 2021 തെരഞ്ഞെടുപ്പിലെ വലിയ ഭൂരിപക്ഷം LDFന് ഇപ്പോൾ കിട്ടും എന്ന് കുറേ CPMകാർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ദിവാസ്വപ്നവും അതിലുപരി മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നവുമായിരുന്നുവെന്ന് മെയ് 4-ാം തീയതി
തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ആ CPM-ന്റെ ഈ കമ്മികൾക്ക് മനസ്സിലാകും എന്ന് 24 ദിവസം കൂടെ കാത്തിരുന്ന് കഴിയുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ക്ലിയർ ആവും.